സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുറച്ച് സീസണുകൾക്ക് മുൻപേ നമ്മുടെ ഒരു മെയിൻ പരിപാടിയായിരുന്നു ഇൻ്റർവ്യൂ ഡീകോഡിങ്. നമ്മുടെ ടീമിലേക്ക് എത്തുന്ന പുതിയ കോച്ച് അവർ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസ് ഡീകോഡ് ചെയ്ത് ഗെയിം സ്റ്റൈൽ വൈസ് ആയിട്ടുള്ള ആ ഒരു കോച്ചിൻ്റെ ക്യാരക്ടർ വൈസ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഡീകോഡ് ചെയ്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് ഇവാൻ വുക്കമനോവിച്ച് സ്ഥിരമായിട്ട് നമ്മുടെ കോച്ച് ആവുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പുതിയ പരിശീലകനായിട്ടുണ്ട് മിക്കായൽ സ്റ്റാറെ. അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം വഴി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഏകദേശം 40 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒരു ലൈവ് സെഷൻ ആയിരുന്നു അത്. നമ്മൾ ആ ഒരു ലൈവ് സെഷൻ കണ്ടിരുന്നു, റിപ്പീറ്റ് ആയിട്ട് ഒന്നുകൂടി കണ്ടു. അങ്ങനെ കണ്ട ശേഷം നമ്മൾ ആദ്യം ചെയ്ത അതേ സെയിം പരിപാടി അതിൽ നിന്ന് ഡീകോഡ് ചെയ്ത് കണ്ടെത്താൻ പറ്റിയ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ നമ്മൾ കുറച്ച് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു ബേസിക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഇൻട്രോ എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഈ ഒരു ലൈവ് സെഷൻ തുടങ്ങുന്നത് തന്നെ അദ്ദേഹം എങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയെന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ്. ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ ആൻസർ തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്. ഫാൻസ് ആണ് ഈ ഒരു ക്ലബ്ബ് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം, തുടക്കം തന്നെ അദ്ദേഹം ഷെയർ ചെയ്തത് അദ്ദേഹം സൈൻ ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ഇന്ത്യൻ സൈനിങ്സ് ആണെങ്കിലും ഫോറിൻ സൈനിങ്സ് ആണെങ്കിലും അവിടെയെല്ലാം കരോളിസ് കിൻകിസ് ആയിട്ട് ഒരു ക്ലോസ് ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. We have a close discussion every single day, me and the management, and Karolis and me, we are in touch all the time. So since I came, a great dialogue every single day. ആൻഡ് അത് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാവാൻ കാരണം കുറച്ചധികം സീസണുകൾക്ക് മുൻപ് എനിക്ക് തോന്നുന്നു എൽക്കോ ഷെട്ടേരുടെ സീസണിലൊക്കെ ഈ വരുന്ന പ്ലേയേഴ്സും കോച്ചുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചധികം പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് അവരെ കോച്ചിന് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ കോച്ചിന്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ കോച്ചിന്റെ വ്യൂസ് അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്തിമ തീരുമാനം ഈ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു ലാസ്റ്റ് ഡിസിഷൻ എടുക്കുന്നത് കരോളിസ് കിൻകിസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ടീമിനെ പറ്റി സംസാരിക്കുന്നത്. അസിസ്റ്റന്റ് കോച്ചും സെറ്റ് പീസ് കോച്ചായിട്ട് ഒരു ടീം പുതുതായിട്ട് വരുന്നുണ്ട്. അതിൽ ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ സെറ്റ് പീസ് കോച്ചിനെ പറ്റിയാണ്. സെറ്റ് പീസ് കോച്ചിനെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോൾ ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മുടെ ഒരു അസംഷൻ, ഒരു ഊഹം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സെറ്റ് പീസുകൾ മാനേജ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഡ്യൂട്ടീസ് ഇതിന് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് അത് നമ്മുടെ കോച്ചിന്റെ വാക്കുകളിലൂടെ നമുക്ക് കുറച്ചുകൂടി ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. മൊറൈസിനെ പറ്റി പറയുമ്പോൾ ഈ സെറ്റ് പീസിനൊപ്പം തന്നെ അസിസ്റ്റന്റ് കോച്ച്, അനലിസ്റ്റ് തുടങ്ങിയ 2 വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഈ ടാക്ടിക്സ്, അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു നല്ല ഇൻവോൾവ്മെന്റ് ഇദ്ദേഹത്തിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് അതേ രീതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് സെറ്റ് പീസ് കോച്ചിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാറ്റഗറി, അത് കോച്ചിന്റെ ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ ഒരു ബിഹേവിയർ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അവിടെ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു വാക്ക് കോൺഫിഡന്റ് എന്നുള്ളതാണ്. ഈ ഒരു കോച്ചിന്റെ ഫിലോസഫി അല്ലെങ്കിൽ സ്റ്റൈലിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് വിന്നിംഗ് എന്നാണ്. style of football, what would you winning. And ഈ ഒരു ത്രൂ ഔട്ട് ദ ഇന്റർവ്യൂവിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അതിന്റെ സ്ട്രെങ്ത്തുകളെ പറ്റി അതിന് കൃത്യമായ ധാരണയുള്ള, അതിൽ ബിലീവ് ചെയ്യുന്ന, അത് വിളിച്ചു പറയാൻ മടിയില്ലാത്തൊരു കോച്ചായിട്ടാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് പോലൊരു വലിയ ക്ലബ്ബിൽ വരുമ്പോൾ ഫാൻസിന്റെ പ്രഷറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ അതിന്റെ ഒരു ഹിസ്റ്ററി, അതിന്റെ കരിയർ എടുത്ത് മുന്നോട്ട് വെച്ചിട്ടാണ് അദ്ദേഹം മറുപടി പറയുന്നത്. വളരെ യങ് ആയിട്ടുള്ള ഏജ് തൊട്ടേ ഒരു കോച്ചിങ് പരിപാടി തുടങ്ങിയുള്ള ഒരാളാണ്. ആൻഡ് ആ ഒരു സമയത്ത് ഈ ചെറിയ പിള്ളേരെയൊക്കെ കോച്ച് ചെയ്യുമ്പോൾ അവരുടെ പാരന്റ്സ് ഈ പുറത്ത് നിന്നിട്ട് ഒച്ചയമ്പാളൊക്കെ ഉണ്ടാക്കാറുണ്ടെന്നും അതൊന്നും തന്നെ ആ ഒരു സമയത്ത് അത്ര യങ് ആയിട്ടുള്ള ഏജിൽ ബാധിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതിനുശേഷം AIK എന്ന് പറയുന്ന ക്ലബിനെ, സ്വീഡിഷ് ക്ലബിനെ ചാമ്പ്യന്മാരാക്കിയ ഒരു സീസൺ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ 34ാമത്തെ വയസ്സിൽ അത്രയും യങ് ആയിട്ടുള്ള ഒരു ഏജിലാണ് അത്രയും ഫാൻ ബേസ് ഉള്ള അല്ലെങ്കിൽ വളരെയധികം പ്രഷർ വരുന്ന ഒരു സിറ്റുവേഷനിൽ ആ ഒരു ക്ലബിനെ പരിശീലിപ്പിക്കാനും ആ ഒരു ക്ലബിന് വേണ്ടി കിരീടങ്ങൾ സ്വന്തമാക്കാനും ഇതിന് സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം സ്വീഡിഷ് ക്ലബ് IFK ഗോട്ടൻബർഗ് എന്ന് പറയുന്ന ക്ലബിനെ പരിശീലിപ്പിക്കുമ്പോഴും അവിടെയും അതിന് പ്രഷർ ഉണ്ടായിരുന്നു. അതിനെയും അദ്ദേഹം ഹാൻഡിൽ ചെയ്തെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു കോച്ചിങ് ഡ്യൂട്ടിയിൽ പ്രഷർ എന്ന് പറയുന്നത് എന്തായാലും ഉള്ള ഒരു കാര്യമാണെന്നും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കോച്ചായിട്ട് തുടരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നത് കൊണ്ട് തന്നെയാണ് 25 വർഷമായിട്ട് അദ്ദേഹം ഈ ഒരു കോച്ചിങ് ഡ്യൂട്ടിയിൽ നിൽക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് മറ്റൊരു കാര്യം നോട്ടീസ് ചെയ്തത്, ചിലയിടങ്ങളിൽ ഒരു ഇവാൻ വുക്കമനോവിച്ച് വൈബ് അദ്ദേഹം തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഇവാൻ വുക്കമനോവിച്ചിന്റെ ഇന്റർവ്യൂസും അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അദ്ദേഹം എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഹംബിൾ എന്ന് പറയുന്നത്. ഈ മിക്കായൽ സ്റ്റാറുടെ ഇന്റർവ്യൂയിലേക്ക് വരുമ്പോഴും ആ ഹംബിൾ എന്ന് പറയുന്ന വാക്ക് കുറച്ചധികം തവണ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. First of all, you always have to be really humble and also but we have to work every single day and be really humble. ഇതിന്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് കോൺഫിഡന്റ് എന്നുള്ളതാണ്. അത് ഓവർ കോൺഫിഡന്റിലേക്ക് പോയില്ല എന്നുള്ളത് ഈ ഹംബിൾ എന്ന വാക്ക് നിരന്തരമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇവാനൊക്കെ 2-3 മാച്ചസ് അടുപ്പിച്ച് ജയിക്കുമ്പോഴും അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വി ഹാവ് ടു ബി ഹംബിൾ എന്നുള്ളത്. സോ ആ ഒരു സെയിം ക്യാരക്ടർ ഇദ്ദേഹത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതേ സെയിം ക്യാരക്ടർ ആയിട്ട് തോന്നിയ
മറ്റൊരു കാര്യം ഇദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് ആയിട്ട് തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് മാൻ മാനേജിങ്. First of all, I'm a man manager. അതിപ്പോൾ ഇവാന്റെ കാര്യത്തിലാണെങ്കിലും പ്ലേയേഴ്സിനെയും സ്റ്റാഫുകളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു മാജിക് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സ്റ്റാറുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ മാൻ മാനേജിങ് എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണെന്നും ഈ പ്ലേയേഴ്സിനെയും സ്റ്റാഫിനെയൊക്കെ കൃത്യമായിട്ട് ഡീൽ ചെയ്താൽ മാത്രമാണ് അവരിൽ നിന്നൊരു ഔട്ട്കം ലഭിക്കുക എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. സോ ഈ മാൻ മാനേജിങ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ടും ആൻഡ് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് ഫിലോസഫിയിൽ ഒരു മെയിൻ ഫാക്ടറായിട്ട് ഒരു മെയിൻ തിങ് ആയിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് മറ്റൊരു കാര്യം ഈ ഒരു ഇന്റർവ്യൂവിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, എന്താണ് കോച്ചിനെ ദേഷ്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വാട്ട് മേക്സ് യു ആംഗ്രി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം രണ്ടാമതൊന്നും ആലോചിക്കാതെ പറയുന്ന കാര്യം സ്ലോപ്പിനെസ് അല്ലെങ്കിൽ ലേസിനെസ് എന്നാണ്. What is that one thing that just makes you really angry? Laziness. അത് നമുക്ക് അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏതൊരു മാച്ചിൽ ഒരു പ്ലെയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ഒരു പ്ലെയറിനെ അപ്പം തന്നെ തിരിച്ചു വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സോ ഇതൊക്കെ കാണുമ്പോൾ ഇവാന്റെ ക്യാരക്ടർ ഉണ്ടെങ്കിലും ഇവാനേക്കാൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിൽ നിന്ന് ആ ഒരു പെർഫോമൻസ് അത് എക്സ്പെക്ട് ചെയ്യുന്നതല്ല, വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു കോച്ചിനെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാഷ്വൽ അപ്രോച്ച് ഒക്കെ വരുന്നത് ഈ ഒരു കോച്ചിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. സോ അത് എത്ര വലിയ പ്ലെയർ ആണെങ്കിലും എത്ര മികച്ച പ്ലെയർ ആണെങ്കിലും എത്ര പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണെങ്കിലും അത്തരത്തിലുള്ള കാഷ്വൽ അപ്രോച്ച് വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വഭാവം മാറാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. സോ ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സിനും അതൊരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ്. സോ ഓവറോൾ ആയിട്ട് നോക്കുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഇവാനെ പോലെ തന്നെ മാൻ മാനേജിംഗിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതൊരു സ്ട്രെങ്ത് ആണെന്ന് കരുതുന്ന, അതേസമയം ഇവാനേക്കാൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനുള്ളത്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക് പോവാണ്, ഗെയിം സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഗ്രൗണ്ടിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം അദ്ദേഹം പറയുന്നത് ഇന്റൻസിറ്റി ആണ്. ഇന്റൻസിറ്റി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആ ഒരു എഫേർട്ട് വരുന്ന കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ഒരു 100% കൊടുക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ലേസിനെസ് ഇഷ്ടമല്ലാത്തൊരു കോച്ച് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു എഫേർട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കോച്ച് കൂടിയായിരിക്കും. സോ അത്തരത്തിലൊരു ഹൈ ഇന്റൻസിറ്റി എഫേർട്ട് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡിഫെൻഡ് വിത്ത് യുവർ ലൈഫ് എന്നുള്ളതാണ്. അത്തരത്തിലൊരു ഹൈ ഇന്റൻസിറ്റി എഫേർട്ട് അദ്ദേഹം പ്ലേയേഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഗ്രൗണ്ടിൽ ആസ് എ ടീം എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഇന്റൻസിറ്റി പോലെ തന്നെ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് പേസ് ആണ്. ആൻഡ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഈ പറഞ്ഞ പോലെ ഗെയിമിലൊരു കൺട്രോൾ കിട്ടുക എന്നുള്ളതായിരിക്കാം അതിൽ കൂടുതലും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ക്വിക്കായുള്ള ട്രാൻസിഷൻ വഴി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകൾ അറ്റാക്കിംഗ് ഫുട്ബോൾ, കൗണ്ടർ പ്രസ്, അതുപോലെ തന്നെ ചേസിംഗ് ദി ഓപ്പണന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ ഈ പന്ത് നമ്മുടെ കൺട്രോളിൽ വെക്കുക, പൊസിഷൻ വെക്കുക, പരമാവധി പന്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൗണ്ടർ പ്രസ് ചെയ്തിട്ട് പന്ത് തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ ഓപ്പണന്റിന്റെ കയ്യിലാണ് പന്തെങ്കിൽ അത് ചേസ് ചെയ്ത് പ്രസ് ചെയ്ത് പന്ത് സ്വന്തമാക്കുക. ഇത്തരത്തിൽ ആ ഒരു ഗെയിമിൽ ഒരു കൺട്രോൾ ഇഷ്ടപ്പെടുന്ന, അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴുള്ള സ്റ്റൈലിനോട് യോജിക്കുന്ന തരത്തിലുള്ള ഒരു ഫിലോസഫിയും സ്റ്റൈലാണ് അദ്ദേഹം ഈ ഒരു ഇന്റർവ്യൂവിൽ ടോട്ടലായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ അവിടെ ഡിഫറന്റ് ആയിട്ട് കേട്ടൊരു വാക്ക് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഗെയിം എന്നുള്ളതാണ്. ഈ വെർട്ടിക്കൽ ഗെയിം അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി വിട്ട് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ 1-to-1 പാസുകൾ കളിച്ച് കോമ്പിനേഷൻസ് കളിച്ച് ക്വിക്കായിട്ടുള്ള ട്രാൻസിഷൻ വഴി അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പന്ത് കീപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. സോ ഈ ഒരു വാക്ക് ഈ വെർട്ടിക്കൽ പാസിംഗ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഗെയിം എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഒരു ഇന്റർവ്യൂവിൽ 1-2 തവണ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ആ ഒരു ഗെയിമിൽ കൺട്രോൾ കിട്ടുന്ന, ഓപ്പണന്റിനേക്കാൾ കൂടുതൽ പൊസിഷനും കൺട്രോളുള്ള ക്വിക്കായിട്ടുള്ള ട്രാൻസിഷൻ, കൗണ്ടർ അറ്റാക്കും പെട്ടെന്ന് അറ്റാക്കിലേക്ക് എത്തുന്ന വിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം സ്റ്റൈൽ ആയിരിക്കാം എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നോട്ടീസ് ചെയ്തത് അദ്ദേഹം പറയുന്നത് ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റിയെ പറ്റിയാണ്. ഈ ഒരു സംഭവം ഇവാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവാനെ കുറ്റം പറയുന്നതല്ല, ഇവാനെ ടോട്ടലായിട്ട് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് സെയിം ടാക്ടിക്സ്, സെയിം ഗെയിം സ്റ്റൈൽ, സെയിം ആയിട്ടുള്ള ഫോർമേഷൻ 3 സീസണിലും ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇവിടെ അതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മുടെ മെയിൻ പ്രിൻസിപ്പിൾസ് ഈ ഹൈ ഇന്റൻസിറ്റി, കോമ്പാക്ട്നെസ്, ക്വിക്കായിട്ടുള്ള ട്രാൻസിഷൻ, അതൊക്കെയാണ് ഈ ഫിക്സഡ് ആയിട്ട് ഗ്രൗണ്ടിൽ വേണ്ടത്, ഫോർമേഷൻ അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ആവശ്യം വന്നാൽ മാത്രം, അതിന്റെ പ്രീവിയസ് സീസൺസിലാണെങ്കിലും അതിന് മുൻപുള്ള സീസൺസിലൊക്കെ ആണെങ്കിലും ഒരേ ടൈപ്പ് ഫോർമേഷനോ അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഗെയിം സ്റ്റൈലോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളെ പോലെ ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് അദ്ദേഹം പറയുന്ന കൃത്യമായുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഫുട്ബോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരേ സ്റ്റൈൽ തന്നെ അല്ലെങ്കിൽ ഒരേ ഗെയിം സ്റ്റൈൽ തന്നെ 2 ഹാഫിൽ 2:45 മിനിറ്റിലും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളത്. ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാനും ആ ചേഞ്ചസിനനുസരിച്ച് ഈ പറഞ്ഞ ടാക്ടിക്സിലും ഗെയിം സ്റ്റൈലും ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചിനെ പോലെ അവിടെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ഒരുപാട് ടു മച്ച് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ അത് ഗെയിം സ്റ്റൈലിനെ ബാധിക്കും എന്നുള്ളത്. സോ ഇവിടെ ഒരു ബാലൻസ് കൊണ്ടുവരലാണ്. ആവശ്യമെങ്കിൽ മാത്രം ഈ പറഞ്ഞ ചേഞ്ചസിലേക്ക് പോവുക. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സെയിം സ്റ്റൈലും സെയിം ടാക്ടിക്സും പൊളിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ചേഞ്ചിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചിനെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഗെയിം സ്റ്റൈൽ വൈസ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അഡീഷണൽ ആയിട്ട് വരുന്ന 2 കാര്യങ്ങൾ വെർട്ടിക്കൽ പ്ലേയും അതുപോലെ ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റിയാണ്. ഈ 2 കാര്യങ്ങൾ ഈ ഒരു സീസണിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത്
ഗ്രൗണ്ടിൽ കാണുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. സോ ഇനി അവസാനമായിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് കൂടി ഷെയർ ചെയ്തിട്ട് നിർത്താം. ഇത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഇത് ലാസ്റ്റിലേക്ക് വെച്ചത്. നമ്മുടെ പ്രീ സീസൺ, തായ്ലൻഡ് പ്രീ സീസൺ ഉണ്ടാവും. അത് ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ ടീം ജോയിൻ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു 20 ദിവസം, ഡ്യൂറൻ കപ്പിന് മുന്നേ ഒരു 20 ദിവസത്തെ പ്രീ സീസൺ ഉണ്ടായിരിക്കുമെന്നും 3 പ്രീ സീസൺ ഫ്രണ്ട്ലി ഗെയിംസ് അവിടെ കളിക്കും എന്നും പറയുന്നുണ്ട്. ഇത് നല്ലൊരു പ്ലാനായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഡ്യൂറൻ കപ്പ് കളിക്കാൻ ഉദ്ദേശമുണ്ടെന്നുള്ളതും അതൊരു ഫ്രണ്ട്ലി ഗെയിമായിട്ട് കാണില്ല എന്നുള്ളതാണ്. ഒരു കപ്പ് കോമ്പറ്റീഷൻ ആയിട്ട് തന്നെ അതിന് മുമ്പ് എത്രത്തോളം ഈ പ്ലേയേഴ്സിനെയും ഗെയിംസിൽ വെച്ച് അതിനെ സെറ്റാക്കി എടുക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ആ ഒരു മതിയാവുന്നോളം ഫിറ്റാക്കി എടുക്കുക, ആ ഒരു ഗെയിംസിൽ വൈസും പ്ലേയേഴ്സിനെ ആ ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ പ്ലേയേഴ്സിനെ ഫിറ്റാക്കി എടുക്കലാണ് ആദ്യത്തെ ഉദ്ദേശമൊന്നും. എന്നാൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു കപ്പ് കോമ്പറ്റീഷൻ ഒരിക്കലും ഒരു ഫ്രണ്ട്ലി ഗെയിമായിട്ട്, ജസ്റ്റ് ഒരു പ്രീ സീസൺ ഗെയിമായിട്ട് മാത്രം കാണില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതും നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജസ്റ്റ് പറച്ചിൽ മാത്രം വന്നിട്ടേ ഉള്ളൂ. ഇതെല്ലാം ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്കിത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുക. സോ അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് പറച്ചിൽ, അതിൻ്റെ പ്ലാനായിട്ട് മാത്രം കാണുക. ആ പ്ലാൻ ഇവിടെ നടക്കുമല്ലോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. എന്തായാലും ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ചധികം അഡീഷണൽ ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റിയുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിലോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിലോ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.